ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ചത്തെ കുറച്ച് അൽക്കുലത്ത് പരിപാടികളൊക്കെയാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസമാണ് അടുത്തൊരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് അടുത്തൊരാഴ്ച ഒരു തലവേദന ഇല്ലാണ്ട് നമ്മൾ വിചാരിച്ച പോലെ സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യണ ദിവസം. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ഇന്നത്തെ നമ്മളെ ഉഷാറായിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. എന്ത് പറയുമായ അപ്പം സംഭവിച്ചെന്നൊരു പിടുത്തമില്ല. അച്ഛനും മോനും എന്തായാലും കണ്ടത്തിലിറങ്ങിയതാ പണികളൊക്കെ ചെയ്ത് തുടങ്ങി. അപ്പം ഞാനിത് ഷൂട്ട് ചെയ്തിട്ട് ഒരൊറ്റ പോക്ക് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. എൻ്റെ തലവട്ടം അവിടെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നടക്കണ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാനും കൂടെ സഹായിക്കേണ്ടി വരും. ഞാനങ്ങോട്ട് സഹായിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ രണ്ടാളും എല്ലാം അങ്ങോട്ട് എസ്കേപ്പ് അടിക്കും. പിന്നെ ഉള്ള പണി മൊത്തം ഞാൻ തന്നെ അത് ചെയ്ത് തീർക്കേണ്ടിയും വരും. ഒരാളെ എല്ലാ കാലം പറ്റിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ പുളിസോ ഇനി നമ്മളെടുത്ത് കളി നടക്കില്ല. അപ്പോൾ അതെന്തായാലും ഓരവിടുന്ന് ചെയ്യട്ടെ. എനിക്ക് വേറെ കുറേ പരിപാടികൾ ഇന്ന് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം ഞാൻ എൻ്റെ പരിപാടിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് വേറെ നല്ല നമുക്ക് അടുത്ത കുറച്ച് ദിവസത്തേക്ക് പുട്ട് പത്തിരി ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള അരി പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ മിക്സിയിലാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഇതിപ്പോൾ എന്താ പത്തിരിപ്പൊടി വാങ്ങും ചെയ്യും, പുട്ടിൻ്റെത് ഇങ്ങനെ മിക്സിയിലാക്കി എടുക്കുക ചെയ്യൽ. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് അരി വീട്ടിൽ പോയ സമയത്ത് അമ്മ കുറച്ച് അരി തന്നിന് കേട്ടോ റേഷൻ പീടികയിലുള്ള. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് ഇതുപോലെ ഉണക്കി പൊടിപ്പിച്ച് പത്തിരിക്ക് മാത്രമാണ് പത്തിരിപ്പൊടി ആക്കാൻ മാത്രമാണ് ഞാൻ പച്ചരി ഇതുപോലെ ഉണക്കിയെടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഇത് എന്ത് ചെയ്യേണ്ട, വറുത്ത് വെക്കേണ്ട ആവശ്യമില്ല. കുറേ കാലം നിൽക്കും കേട് കൂടാണ്ട് കേട്ടോ. അപ്പം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് പച്ചരി ഇതുപോലെ ഉണക്കിയെടുത്ത് പൊടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, കുറേ കാലം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് ഉണക്കാനിട്ട് പിന്നെ നമ്മളെ സാധാ അരി ഉണ്ടല്ലോ, ചോറ് വെക്കണ അരി, അപ്പോൾ ആ അരി ഞാൻ കുതിർത്തിയിട്ട് അതും അവിടെ റെഡിയാക്കി വെച്ച് അപ്പോൾ ഏട്ടനി പുറത്തേക്ക് പോണ സമയത്ത് അത് അങ്ങോട്ട് കൊടുക്കല്ലോ. അപ്പോൾ അത് പൊടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഒരുവിധം ഓക്കെ ആയി. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് ഓരോ കാത്തുനിന്നാൽ ശരിയാവില്ല. എനിക്ക് പള്ളേക്കാളിപ്പോൾ ഞാൻ എൻ്റെ ചായ അങ്ങോട്ട് കുടിക്കല്, രാവിലത്തെ ചായ കൂടി അങ്ങോട്ട് കഴിച്ചിട്ടോ. അപ്പോൾ ഇന്ന് നെയ്പ്പത്തിരിയും പിന്നെ ഗ്രീൻ പീസിൻ്റെ കറിയാണ്. അപ്പോൾ അതൊക്കെ കൂട്ടി ചായ കൂടി അങ്ങോട്ട് കഴിഞ്ഞ് ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിൽ ഏകദേശം ഒരു ഊഹം ഉണ്ട് കേട്ടോ എന്തൊക്കെയാണ് അടുത്ത ആഴ്ചത്തേക്കുള്ള നമ്മളെ മെനുവും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊന്ന് മനസ്സിലിങ്ങനെ വെച്ച് കുത്തിരുന്നാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നോ മാറിപ്പോവും ഒക്കെ ചെയ്യും. അപ്പോൾ ഞാൻ അതെന്താക്കി ഒരു ഇതുപോലെ പേപ്പറിലേക്ക് ആക്കി എടുത്ത് എഴുതിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ സ്നാക്സ്, ഡിന്നർ, പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറി, ഒരു ഉപ്പേരി, സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫ്രൈ. അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം ഒരു മെനു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു 7 ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് അങ്ങനെ ഒന്ന് എഴുതി റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇനിയൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ഏട്ടന് കൊടുക്കുക, ചിലപ്പോൾ ഏട്ടൻ പറയും പോരുമെന്ന് അറിയാം. അപ്പം വില്യാപ്പള്ളി ഇവിടെ വൈകുന്നേരം ഒന്ന് പോയിട്ട് ഡേമാർട്ടിലാണ് ഞങ്ങൾ സാധനം വാങ്ങാൻ പോവുക. അപ്പോൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളെ മെനു ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ശനിയാഴ്ച ഞായറാഴ്ചയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒഴുക്കിലങ്ങോട്ട് പോണ ദിവസങ്ങളാണ് കേട്ടോ. നമുക്ക് എന്തായാലും അന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ടു ഡു ലിസ്റ്റ് ആക്കി വെക്കും. പക്ഷേ ആ ഒരു നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ട് നിൽക്കണ ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകണ ആ ഒരു സമയത്ത് ആ രാവിലത്തെ സമയത്ത് തന്നെ എല്ലാം റെഡി ആവണതാണല്ലോ. അപ്പം അങ്ങനെ ഫോളോ ചെയ്യലില്ല. എല്ലാ ദിവസവും ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ വെച്ച് കാര്യങ്ങൾ പോകുമ്പം അതിലൊരു സുഖമില്ലല്ലോ. അപ്പോൾ ഈ ശനി ഞായറെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഒഴുക്കിൽ അങ്ങോട്ട് പോണ ദിവസങ്ങളാണ്. അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഉച്ചക്കത്തെ കാര്യം റെഡിയാക്കാം, ചോറും കറികളൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് എല്ലാവർക്കും വയറിന് ഒരു അസ്കിത, ഇങ്ങനെ വീർത്ത പോലത്തെ ഒരു അവസ്ഥ കേട്ടോ, നിറഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. അപ്പോൾ ആരും അങ്ങനെ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ആരും അങ്ങനെ കൂട്ടില്ല. ചോറൊക്കെ ആണെങ്കിൽ 2 സൈഡ് എല്ലാവരും ഇത്തിരി കഴിക്കണുള്ളൂ. അപ്പം ഞാൻ ചോറ് വെക്കുന്നതിന് മുമ്പേ എനിക്കും വയറിന് വല്ലാത്തൊരു അവസ്ഥ കേട്ടോ. അപ്പം ഞാൻ ചോറ് വെക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ചോദിച്ച് ചോറ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തിന്നുമോ, കഞ്ഞി വെച്ചാൽ മതിയോ എന്ന് ചോദിക്കേണ്ട താമസം കഞ്ഞി മതി എന്ന് എല്ലാവരും ഓർഡർ ഇട്ടു. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ല. അപ്പോൾ കഞ്ഞിയും ചെറുപയർ അങ്ങോട്ട് ആക്കി. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടി വേഗം അങ്ങോട്ട് കഴിഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എന്നാൽ ക്ലീനിങ്ങിന് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ക്ലീൻ ചെയ്യാൻ വിചാരിച്ചൊരു കാര്യമാണ് അൾമാരി ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഒരു അൾമാരി ഞാൻ വൃത്തിയാക്കി എല്ലാം കൂടി ഒരു ദിവസം അങ്ങോട്ട് മെനക്കെട്ട് നിന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് കുറച്ച് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്ത് പോരേന് കേട്ടോ. അപ്പോൾ ഒരു അൾമാരിൻ്റെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ഞാൻ വെച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അച്ഛൻ്റെയും മക്കളെയും അൾമാരി ഒന്ന് വൃത്തിയാക്കാനുണ്ടേന് കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ നിൽക്കാമെന്നുള്ളത് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നന്ദൂട്ടനുണ്ട് പറയണം ഓൻ്റെ റൂം ഒന്ന് വൃത്തിയാക്കണം, ഓൻ്റെ റൂം ഒന്ന് അടിപൊളിയാക്കണം, വൃത്തിയാക്കണം, ഞാൻ സഹായിക്കാം അമ്മയെന്നും പറഞ്ഞിട്ട് രംഗത്തേക്ക് വന്ന്. അപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എന്തായാലും
ഇജി തുടങ്ങിക്കോ, ഞാൻ എൻ്റെ പണി എന്തായാലും ചെയ്തൊരു ഭാഗത്താക്കട്ടെ, അപ്പോഴത്തേക്ക് ഇജി എൻ്റെ കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. നമുക്ക് ചുമരൊക്കെ ഒന്ന് പെയിൻ്റ് ഇടും. അപ്പോൾ ഓൻ തന്നെ പറഞ്ഞതാണ് കേട്ടോ, കിടക്കണ ഭാഗത്ത് കാല് വെക്കണ ഭാഗത്ത് ചുമര് കുറച്ച് കച്ചറയായിട്ടാണുള്ളത്. ചളിയും വെള്ള ചുമരായതിനെ കൊണ്ട് കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പെയിൻ്റ് അടിക്കണം, പെയിൻ്റ് ഉണ്ടോ ഇവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അതൊക്കെ നമുക്ക് സെറ്റാക്കാം, ഇനി പരിപാടി തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പം നന്ദു എന്താക്കി, ആ വാൾപേപ്പർ ഓൻ്റെ റൂമിൽ ഒട്ടിച്ച വാൾപേപ്പറൊക്കെ നല്ലോണം തുടച്ച് നല്ല സ്ക്രബ്ബർ കുറച്ച് സോപ്പും പൊടി സ്ക്രബും കൂട്ടി നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ടോ നല്ല അടിപൊളി നീറ്റായിട്ട് കിട്ടി. ഈ വാൾപേപ്പർ ഒട്ടിച്ചാലുള്ളൊരു ഗുണം അതാണ്, നമ്മൾ എത്ര ചളി പിടിച്ചാലും അതൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് സോപ്പും പൊടിയും സ്ക്രബ്ബറും വെച്ചൊന്ന് ഒന്ന് സ്ക്രബ് ചെയ്തിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ കൈ വെക്കുന്ന ആ ഒരു ഭാഗമൊക്കെ എന്തായാലും മോശമാവുമല്ലോ. അപ്പോൾ ഇത് ഒട്ടിച്ചതിൻ്റെ ഒരു വലിയൊരു ഗുണം, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വാൾപേപ്പർ ഇത്ര കഷ്ടപ്പെട്ട് എല്ലാ സ്ഥലത്തും ഒട്ടിച്ചതും. അപ്പോൾ അതൊരു ഗുണമുണ്ട്, നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും, ആ ഒരു വൃത്തി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി, പിന്നെ അതുപോലെ ജനവാതിലൊക്കെ ഒന്ന് തുടച്ച് അതും വൃത്തിയാക്കി, ഫാനും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി അതും ഫിറ്റ് ചെയ്ത്. അപ്പോഴത്തേക്ക് എൻ്റെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി വാരി ഞാനിതാ പുറത്തിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുത്തിരുന്നിട്ടുള്ള പിന്നെ ഒരു വിരകലേനി അങ്ങോട്ട് കുറേ കാര്യങ്ങൾ ഒഴിവാക്കാനുണ്ട്. എൻ്റെ കാര്യങ്ങൾ, എൻ്റെ അൾമാരിയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാമല്ലോ ഏതൊക്കെയാണ് ഞാൻ ഇടാത്തത് ഒഴിവാക്കാനുള്ളതെന്നൊക്കെ. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ചിലപ്പോൾ 2 ആഴ്ചയോ അല്ലെങ്കിൽ എനിക്ക് ചിലപ്പം ഇടാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഇത് പറ്റില്ല എന്ന് തോന്നുമ്പോൾ അങ്ങനെ ഞാൻ ഒഴിവാക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഡീക്ലട്ടറിങ് എൻ്റെ കാര്യങ്ങൾക്ക് ഉണ്ടാവലില്ല, എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും മടക്കണ ആ ഒരു അൾമാരിയിൽ ഉണ്ടാവലില്ല. പക്ഷേ ഇവരെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളതായിരിക്കുമോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എടുത്ത് കൊണ്ടാക്കും. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും അത് മനസ്സിൽ വിചാരിച്ചിട്ടാണ് കുത്തുന്നത്. കുറേ ഒഴിവാക്കാൻ ഇടാത്തതൊക്കെ വേഗം എന്തായാലും ഒഴിവാക്കി എടുക്കണം എന്നുള്ളത് വിചാരിച്ചിരുന്നതിനെ കൊണ്ട് തന്നെ കുറേ സംഗതികൾ ഒഴിവാക്കാനുണ്ടേനെ കേട്ടോ. അപ്പോൾ അതിൽ തന്നെ തുടയ്ക്കാൻ, ഇപ്പോൾ കോട്ടൻ്റെയൊക്കെ ആകുമ്പോൾ നമുക്ക് തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കില്ല. അപ്പോൾ അങ്ങനത്തത് മാറ്റിയെടുത്ത്, പിന്നെ അതുപോലെ തന്നെ ജീൻസ് പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഷോർട്ട്സ് ആയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഏട്ടനും നന്ദും ഒക്കെ ഇടും, രണ്ടാളും ഇടും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുറേ എണ്ണം എടുത്ത് മാറ്റിയിട്ട് ഇടാണ്ട് വെച്ച കുറേ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും ഇടൂല എന്ന് ഉറപ്പുള്ള കാര്യം. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് അതും ഒന്ന് റെഡിയാക്കി, പിന്നെ ഒഴിവാക്കാനുള്ള സംഗതികളൊക്കെ ഒഴിവാക്കി ബാക്കിയൊക്കെ ഇതാ മടക്കി ഓരോരുത്തരുടെ ഭാഗത്തേക്ക് ഒതുക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ. വേഗം കയ്യൊന്നും വിചാരിച്ച് കുത്തിരുന്ന പരിപാടിയാണ് കേട്ടോ. പക്ഷേ ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ മേലെ എടുത്തിട്ടോ എല്ലാം ഒന്ന് ഒതുക്കി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ സെറ്റാക്കി വെച്ചിക്കണ്. ഓരോരുത്തർക്കുള്ള ഭാഗങ്ങളൊക്കെ തിരിച്ച് ഓരോരുത്തർ ഒരു ഭാഗമൊക്കെ കൊടുത്ത് ഇതുപോലെ അടുക്കി പെറുക്കി എല്ലാം റെഡിയാക്കി വെച്ചിക്കണ്. ഇനി മൊത്തത്തിലൊന്ന് അങ്ങോട്ട് അടിച്ച് വാരി ഇടണം. പിന്നെ നമ്മൾ എടുത്ത പണീൻ്റെ ബാക്കി എടുക്കാനുണ്ട്, പെയിൻ്റ് അടിപ്പണി ഉണ്ട് ബാക്കി. അപ്പോൾ കുറച്ച് നേരം തലയെല്ലാം കൂടി പെരുത്ത സ്ഥിതിയായപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് സോഫയമ്മ കുത്തിരുന്നപ്പോഴാണ് ശിഖമോളെ ഓൺലൈനിൽ ഓർഡർ കൊടുത്ത് ഇത് എത്തിയത് കേട്ടോ. ഡൊമിനോ ബ്ലോക്ക് സെറ്റ് എന്നാണ് കേട്ടോ ഇതിന് പറയാം, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഞാൻ ഓഫറിൽ കണ്ടപ്പോഴേ 152 റുപ്യ ആയിട്ടുള്ളൂ കേട്ടോ. 120 പീസ് ഉണ്ട് ഇത്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇതാ ഇങ്ങനത്തെ ഇതുപോലെ ഉള്ള മരത്തിൻ്റെ പീസാണ് കേട്ടോ. ഇത് കളറിലുള്ള മരത്തിൻ്റെ പീസാണ്. അപ്പം കുട്ടികൾക്ക് ഇത് ഭയങ്കര, ഞാൻ ഓർഡർ കൊടുക്കുന്ന സമയത്ത് വിചാരിച്ചു ഇനി പൈസ പോയായിരിക്കും, ഇതുകൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ കുറേ സമയം ഇത് വെച്ച് കളിക്കട്ടെ. അപ്പോൾ ശിഖമോള പ്രായമൊക്കെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. കുറേ സമയം ആ ഒരു ടോയും കൊണ്ട് കുറേ നേരം ഇരുന്ന് കളിച്ചോളും. അപ്പോൾ ഓളും ഏട്ടൻ്റെ മോനും കൂടിയാണ്, ഇവരാണ് കട്ട ഫ്രണ്ട്സ്, കട്ട ചങ്ക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ രണ്ടാളും കൂടി ഇരുന്ന് ഓരോ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു തിരക്കിലാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നാളത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും ഈ ഒരു പരിപാടി, പെയിൻ്റടി എന്നുള്ള പരിപാടി. ഈ റൂം മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചു വാരിയിട്ട അവസ്ഥയിലാണ്. അപ്പോൾ ഒരു റൂം വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പണി കിട്ടി. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഇന്ന് എടുക്കാണ്ട് നിവർത്തിയില്ല. ഒന്നാമത് നന്ദൂട്ട കഷ്ടപ്പെട്ട് ഇവിടെയൊക്കെ വൃത്തിയാക്കും ചെയ്തതല്ലേ. ഇമ്മാതിരി കിരിപ്പിത്തിരി പരിപാടിയൊക്കെ ചെയ്യുമ്പോഴേ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഒഴുക്കിൽ അങ്ങോട്ട് എടുക്കുക, അതൊരു ഹരം പിടിച്ച പരിപാടിയായി മാറും കേട്ടോ. ഒന്നാമത് എനിക്ക് ഈ പെയിൻറ്റ് ബ്രഷ് ഇതൊക്കെ ആദ്യം മുതലേ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. ഇപ്പോൾ നമ്മൾ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് സെറ്റപ്പ് ആക്കിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പെയിൻറ്റും ബ്രഷ് എടുത്തിറക്കണ ആളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നന്ദൂട്ടിനും എൻ്റെ ഒരു പാത പിന്തുടരുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാണ്ട് ലോനും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി മേശയും അതുപോലെ തന്നെ കട്ടിലും അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടുന്നത് ഓനും ഭയങ്കര ഇഷ്ടമാട്ടോ.
അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരത്തെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കൊണ്ട് 3-4 പാട്ടൊക്കെ തീരുമ്പോഴത്തേക്ക് തന്നെ ഒരു ഭാഗത്തുള്ള ചുമര് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞ് അപ്പം വൈറ്റ് പെയിൻറ്റ് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടത്. ഇതൊരു ലൈറ്റായിട്ടുള്ള ഇത്ര ഡാർക്കും അല്ല, വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചൊരു ഡാർക്കായിട്ടാണ് കാണുന്നത്. ഒരു ലൈറ്റ് ആഷ് കളറാണ് കേട്ടോ കൊടുത്തത്. പിന്നെ ഈ പെയിൻറ്റ് എപ്പോഴും എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും, പ്രത്യേകിച്ച് വൈറ്റ് കളർ പെയിൻറ്റ് എപ്പോഴും എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. ഇപ്പം കുറേ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വാൾപേപ്പറൊക്കെ ഒട്ടിച്ചതുകൊണ്ട് അങ്ങനെ സ്റ്റോക്ക് കിട്ടലില്ല. അപ്പോൾ ഇപ്പം കയ്യിലുള്ളത് ഈ ഒരു കളറ് പെയിൻറ്റ് ചെയ്തിട്ട് അപ്പോൾ അതെന്തായാലും അടിച്ച് റൂം എന്തായാലും സുന്ദര കുട്ടപ്പനാക്കി അടിപൊളിയായി നല്ല ക്ലീനും ആയി. അതുപോലെ തന്നെ ഒരു മേക്ക് ഓവർ കൊടുക്കുമ്പോൾ നമുക്കൊരു ഉഷാറാണല്ലോ ആ ഒരു റൂമിലേക്ക് കിടക്കുമ്പോൾ. പിന്നെ നമ്മൾ തന്നെ ആ ഒരു പണി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷനും കൂടി കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും ആ പണി അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് കഞ്ഞിയേനല്ലോ, കഞ്ഞിയും പയറേനല്ലോ. അത് കഞ്ഞിയും പയറും എല്ലാവരും പറയുമ്പോഴുള്ള ഒരു ഉഷാറ് കുടിക്കുമ്പോൾ ഇല്ലേന് കേട്ടോ. അപ്പോൾ കുടിച്ചൊക്കെ കഴിഞ്ഞേരം എല്ലാവരും കുറച്ചേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ കുടിച്ചൊക്കെ കഴിഞ്ഞേരം പിന്നെ എനിക്കൊരു മധുരം കഴിക്കണം എന്നുള്ളൊരു പൂതി വന്നു. എനിക്ക് ഈ പീരീഡ്സിൻ്റെ ടൈമൊക്കെ അടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കേട്ടോ, ഇപ്പം ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും മധുരത്തിനോട്. അപ്പോൾ മധുരം ഇങ്ങനെ എടുത്ത് തിന്നലാണ് പരിപാടി. അപ്പം പായസം വെക്കുക, കുടിക്കുക, ഇപ്പം ഇതാണ് പുതിയ ട്രെൻഡ്. അപ്പം പായസത്തിന് കുറച്ച് പാല് ബാക്കിയുണ്ടേനി, അപ്പോൾ അതും എടുത്ത് അട ഉണ്ടേനി കേട്ടോ. അപ്പോൾ അതൊക്കെ വേവിച്ച് ഒരു പായസം അങ്ങോട്ട് ഉണ്ടാക്കി, ഷടപടയെന്നും പറഞ്ഞ് പായസം അങ്ങോട്ട് ഉണ്ടാക്കി. കുക്കറിൽ വേവിച്ചാൽ പിന്നെ വേഗം കയ്യല്ലോ. അങ്ങനെ ആ പായസമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ടാം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ നമുക്ക് സാധനം വാങ്ങി വരാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടേക്ക് പോയി. വില്യാപ്പള്ളി ഞങ്ങൾ ടൗണിൽ പോയിട്ട് ഡേ മാർട്ടിൽ നിന്നാണ് കേട്ടോ സാധനമൊക്കെ വാങ്ങാം. അപ്പോൾ കുറച്ച് സാധനമേ വാങ്ങാനുള്ളൂ, അങ്ങനെ കുറേ സാധനങ്ങളൊന്നും വാങ്ങാനില്ല. അപ്പോൾ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എഴുതി കൊണ്ടുപോയതനുസരിച്ചിട്ട് അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഉള്ള പരിപാടി ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ഈ ഡേ മാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടേ നമ്മളിങ്ങനെ റീഫിൽ ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു തൃപ്തിയാണ് കേട്ടോ. എനിക്ക് കുറേ അങ്ങോട്ട് നിറഞ്ഞ പോലെ, അല്ലെങ്കിൽ അടുക്കള കയറി വേഗം പണിയൊക്കെ എടുക്കണം എന്നുള്ള കുറച്ച് പൈസയൊക്കെ കുറേ സാധനം വാങ്ങിക്കൊണ്ടുവന്നൊക്കെ ഒരു ഫീലാണ് കേട്ടോ എനിക്ക്. അവിടെ നിന്ന് വാങ്ങുമ്പോൾ മാത്രമേ എനിക്ക് ആ ഒരു ഇത് കിട്ടലുള്ളൂ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ മാസം അതിന് മുമ്പത്തെ മാസം എന്നറിയില്ല ഫ്ലിപ്കാർട്ടിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഗ്രോസറി ഐറ്റംസൊക്കെ ഓർഡർ കൊടുത്തിന്. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോഴും ഗ്രോസറി നമ്മൾ കാർട്ടിലിടുമ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തികയാത്ത പോലെ, ചില സ്ഥലത്ത് നമുക്ക് വാങ്ങി അങ്ങനെ ഉണ്ടാവുമല്ലോ, തികയണ പോലത്തെ ഒരു ഫീൽ ഉണ്ടാവില്ല. അങ്ങനെയാണ് എനിക്ക് ഡേ മാർട്ടിൽ നിന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ കേട്ടോ. അതിപ്പോൾ കുറച്ച് സാധനം ആയാലും നമുക്ക് എന്തൊക്കെയോ കുറേ സാധനങ്ങൾ നമ്മൾ കുറച്ച് പൈസക്ക് വാങ്ങിയ പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ലിസ്റ്റാണല്ലോ നമ്മൾ എഴുതിയത്. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളെന്ന് മാത്രമല്ല, കുറച്ച് നമ്മളിപ്പം കടലി, മമ്പയർ, അതുപോലെ തന്നെ ചെറുപയറൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് അധികം വാങ്ങുമല്ലോ. അപ്പോൾ എന്തായാലും 2-2.5 ആഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ, ഏകദേശം കണക്കാക്കിയിട്ട്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വാങ്ങുമ്പോൾ ഇത്ര സാധനങ്ങൾ വാങ്ങേണ്ടി വരില്ല, കുറച്ച് സാധനമേ വാങ്ങേണ്ടി വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കണക്കാക്കിയിട്ടാണ് ഞാൻ സാധനം വാങ്ങുക. അപ്പോൾ ഇത് 1880 ഉറുപ്പിൻ്റെ സാധനമാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ട സാധനങ്ങൾ നന്ദൂട്ടിന് ലോട്ടറി അടിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നത് അമ്മച്ചൻ്റെ വക നന്ദൂട്ടിന് ഒരു സൈക്കിൾ കിട്ടിയതാണ്, ലീഡർ ബീസ്റ്റിൻ്റെ സൈക്കിളാണ് കേട്ടോ. അപ്പോൾ ആമസോണിൽ ഇപ്പം ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങുന്ന സമയത്ത് ഓഫറിൻ്റെ ഫസ്റ്റ് ടൈമിൽ തന്നെയാണ് കേട്ടോ, ആ ഒരു സമയത്താണ് വാങ്ങിയത്. അപ്പോൾ അന്നേരം 6,990 7,000 ഉറുപ്പിക കേട്ടോ ഈ ഒരു സൈക്കിളിന്. ഇപ്പം ഞങ്ങൾ നോക്കുന്ന സമയത്ത് 6,300-നാണ് ഈ ഒരു സൈക്കിൾ കിടക്കുന്നത്. അപ്പോൾ കുറച്ച് നഷ്ടമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ആ കൊടുത്ത പൈസക്കാണെങ്കിലും വേർത്തായിട്ടുള്ള നല്ല അടിപൊളി ക്വാളിറ്റി സൈക്കിൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയായിട്ട് അൺബോക്സ് ചെയ്ത് ഭയങ്കര സന്തോഷം തന്നിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കൂളിൽ പോകും ഞാൻ, ഇനി സൈക്കിൾ മേലാണ് സ്കൂളിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് അമ്മച്ചനെയൊക്കെ സോപ്പിട്ട് പിടിപ്പിച്ചിട്ട് അങ്ങനെ അമ്മച്ചൻ പൈസ കൊടുത്തിട്ട് എന്നാൽ സൈക്കിൾ വാങ്ങിക്കോന്നും പറഞ്ഞ് അങ്ങനെ കൊടുത്തതേന് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും സൈക്കിൾ വന്നു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഏട്ടനെ വിളിച്ച് പറഞ്ഞു കേട്ടോ സൈക്കിൾ വന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ പെട്ടിയൊന്നും പൊട്ടിക്കേണ്ട, അങ്ങനെ തന്നെ അവിടെ വെച്ചോ, കൊണ്ടുപോയിട്ട് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യണമല്ലോ. അപ്പോൾ അടുത്തുള്ള പീഡിയെ കൊടുത്തിട്ട് പെട്ടി പൊട്ടിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെയും കൊണ്ടുപോകാൻ പാടായിരിക്കും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ മക്കൾ വലുതായത് നമ്മളറിയില്ലല്ലോ. ഓരെന്തായാലും 3-4 ആളും കൂടി ഇവരെന്നെ ഉണ്ടല്ലോ 3-4 ആൾക്കാർ, ഓര് യൂട്യൂബൊക്കെ നോക്കി ഞങ്ങൾക്കറിയാം ഇത് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഓരെന്നെ റെഡിയാക്കി സെറ്റപ്പാക്കി എടുത്ത് സൈക്കിൾ കേട്ടോ. കുറച്ച് സമയം നിന്നിട്ട് ഓരെന്നെ എല്ലാം റെഡിയാക്കി എടുത്ത്. അതാണ് നമ്മൾ വിചാരിക്കും മക്കളെ കൊണ്ടാവില്ല എന്ന്, പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ മക്കൾക്ക് ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം അറിയാം. ഇതിൻ്റെ ഇടയ്ക്ക് അരങ്ങിൽ വേറെ സംഭവം അരങ്ങേറുന്നുണ്ട് കേട്ടോ. ശിഖമോള് ഫുള്ള് കലിപ്പിലായി, സൈക്കിള് കണ്ടപാട് ഫുള്ള് പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ കേട്ടോ. എനിക്ക് വാങ്ങി തന്നില്ല, നന്തോട്ടനെല്ലാം വാങ്ങിക്കൊടുക്കുക, നമ്മളെ സ്ഥിരം മക്കൾ പറയുന്ന ഡയലോഗുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പറഞ്ഞോള് ഫുള്ള് പരിഭവം പരാതി പറച്ചിലൊക്കെ ആയിട്ട് ഭയങ്കര സങ്കടം തന്നെ. അപ്പോൾ ലാസ്റ്റ് ഫസ്റ്റ് ഉദ്ഘാടനം ശിഖമോളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നന്തോട്ട സോപ്പിട്ട് ശിഖേനെ സൈക്കിൾ മേലൊക്കെ 2 റൗണ്ട് ഇതുപോലെ കൊണ്ട് നടന്നപ്പോഴത്തേക്ക് പിന്നെ വലിയ കുഴപ്പമില്ല, എല്ലാം കൂടി കെട്ടട
അടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു മെനു പ്ലാൻ അടുത്തൊരാഴ്ചത്തേക്ക് വേണ്ട മെനു പ്ലാനൊക്കെ തയ്യാറാക്കി അതിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ആ ഒരാഴ്ച മൊത്തത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ വീട് ക്ലീൻ ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഏരിയാസൊക്കെ ഒന്ന് എടുത്ത് അതൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വീക്കെൻഡ് സമയത്ത് ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉഷാറ് കിട്ടില്ല. അവിടുത്തെ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഉഷാറായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അടുത്തൊരാഴ്ച ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ചെയ്ത് വെക്കുന്ന കുറച്ച് പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അതിൻ്റെ കൂടെ ഉള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.